നമസ്കാരം. സാധാരണക്കാരന് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒന്നും ഹോട്ടലിൽ കയറി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഹോട്ടലുകളിൽ കയറിയാൽ മെനു കാർഡ് മാത്രമേ അവർ കൊണ്ടുതരൂ. ആദ്യം അതിൽ വിഭവങ്ങളുടെ വില ഒരിക്കലും കാണുകയില്ല. പരസ്യമായി എല്ലാവർക്കും കാണത്തക്ക വിധം വിഭവങ്ങളുടെ റേറ്റ് എഴുതിയ ബോർഡ് അത് തൂക്കണമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ഹോട്ടലിൽ പോലും അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. പണ്ടൊക്കെ ചില ഹോട്ടലുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും ഒരു ഹോട്ടലിലും കാണാനില്ല. അതുകൊണ്ട് കഴിക്കാൻ കയറിയാൽ വെയിറ്ററോട് ഓരോ ഭക്ഷണത്തിൻ്റെയും വില ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാം. ചിക്കന് പിന്നാലെ ബീഫിൻ്റെയും വില ഉയർന്നതിനാൽ ചിക്കനും ബീഫിനും ഒക്കെ ഇപ്പോൾ വില കൂട്ടിയിരിക്കും. പല ഹോട്ടലുകളിലും പല വിലയാണ് ഈടാക്കുന്നത്. മീനിനാണെങ്കിൽ തോന്നിയ വില. ഇന്നലെ യാത്രക്കിടെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില നിലവാരമൊക്കെ മനസ്സിലായത്. സാധാരണ കഴിക്കുന്ന പോലെ ഞങ്ങൾ 3 പേരാണ് ഇന്നലെ യാത്രക്കിടെ കഴിക്കാൻ കയറിയത്. ഊണ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ബില്ല് തന്നത് 950 രൂപയുടെ. ഊണും 2 ചെറിയ ചുമന്ന മീൻ വറുത്തതും 1 പ്ലേറ്റ് നെത്തോലി വറുത്തതും മാത്രമേ കഴിച്ചുള്ളൂ. വറുത്ത മീനിന് ഒന്നിന് 180 രൂപ, നെത്തോലിക്ക് 140 രൂപ, ഊണിന് 150 രൂപ. അങ്ങനെ 950 രൂപയാണ് ബില്ല് തന്നത്. ചോദിച്ചപ്പോൾ ഗ്യാസിന് വില കൂടി, മീൻ കിട്ടാനില്ല, ഉള്ളതിന് പൊള്ളുന്ന വില, ഇങ്ങനെയൊക്കെയാണ് മുതലാളി പറഞ്ഞത്. കൂടുതലൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ കയ്യിലുള്ള കാശും കൊടുത്ത് സ്ഥലം വിട്ടു. പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഹോട്ടലുകാരൻ പറഞ്ഞത് ശരിയാ, മീനൊന്നും കിട്ടാനില്ല. അതുപോലെ ബീഫിനും ചിക്കനും ഒക്കെ വില കൂടി. എല്ലുള്ള ബീഫിന് കിലോയ്ക്ക് 520 രൂപയും എല്ലില്ലാത്തതിന് 600 രൂപയൊക്കെ എന്നാണ് ലഭിച്ച വിവരം. ഇതോടെയാണ് ഹോട്ടലുകളിലെ ബീഫ് വിഭവങ്ങൾക്ക് വില കൂടിയത്. ഹോട്ടലുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് കിട്ടുന്ന പൈസയ്ക്കെല്ലാം അവർക്ക് കൊടുക്കാൻ പറ്റും. ആവശ്യമായ കന്നുകാലികളുടെ വലിയൊരു പങ്കും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വരവ് അത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കന്നുകാലികളുമായി വരുന്ന വാഹനങ്ങൾ വിവിധ സംസ്ഥാന അതിർത്തികളിൽ തടയുന്നതും വെറ്റിനറി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിലെ കാലതാമസവും ഈ കന്നുകാലികളുടെ വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആവശ്യത്തിന് കന്നുകാലികളെ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറച്ചി വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. നിലവിലെ വിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഈ വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായെന്നാണ് ഇറച്ചി വ്യാപാരികൾ പങ്കുവച്ചത്. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും കന്നുകാലികളുടെ വില കുത്തനെ ഉയർന്നതും അതുപോലെ തന്നെ തുകൽ, എല്ല്, നെയ്യ് തുടങ്ങിയവയുടെ ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞതുമാണ് ബീഫ് വില വർദ്ധിപ്പിക്കാൻ കാരണമായതെന്നും ഈ കച്ചവടക്കാർ പറയുന്നു. അവർ പറയുന്നതല്ലേ ശരി. ഈ രീതിയിൽ അങ്ങോട്ട് പോയാൽ നമുക്ക് ഹോട്ടലുകളിൽ കയറി ആഹാരം കഴിക്കുന്നത് ചിലപ്പോൾ ഒക്കാതെ വരും.